ദക്ഷിണാഫ്രിക്കയിലെ വംശീയത നേരിടുന്നതു മുതൽ 2000 കോടി രൂപയുടെ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ തേയില സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതുവരെ വിവേചനത്തിനെതിരായ പോരാട്ടം ഒരു ഇന്ത്യൻ ടീ ബ്രാൻഡിന്റെ ജനനത്തിലേക്ക് നയിച്ചു. 1892 നാരായൺദാസ് ദേശായി ദക്ഷിണാഫ്രിക്കയിൽ 500 ഏക്കർ തേയിലത്തോട്ടം ആരംഭിച്ചെങ്കിലും ക്രൂരമായ വംശീയ വിവേചനം നേരിട്ടു. വിജയമുണ്ടായിട്ടും വംശീയത അദ്ദേഹത്തെ രാജ്യം വിടാനും ഇന്ത്യയിൽ വലിയ സ്വപ്നം കാണാനും പ്രേരിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ശുപാർശയോടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദേശായി 1919 ഒരു ചെറിയ വായ്പയുമായി ഗുജറാത്ത് ടീ ഡീപോട്ട് ആരംഭിച്ചു. ലക്ഷ്യബോധത്തോടെ ഒരു ബ്രാൻഡിന് അടിത്തറയിട്ടു. 1934 ഭിന്നിച്ച സമൂഹത്തിൽ സമത്വത്തിനും ഐക്യത്തിനുമായുള്ള ശക്തമായ നിലപാട് കാണിക്കുന്ന ഒരു പ്രതീകമായി ബ്രാൻഡിനെ വാഗ് ബക്രി എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ന് അവർ ഗുജറാത്തിലെ തേയില വിപണിയുടെ 50% നിയന്ത്രിക്കുകയും 20 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും 40-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള മൂല്യങ്ങൾ കാരണം ഏതെങ്കിലും ബ്രാൻഡുമായി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടോ? കമന്റ് ബിലോ.